നമസ്കാരം. കെ.സി. വേണുഗോപാൽ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. കോഴ വിവാദം കെട്ടിപ്പൊക്കി അദ്ദേഹത്തെ തളർത്താമെന്ന് കരുതരുത്. കാരണം അത് വെറും വ്യാമോഹം മാത്രമാണ്. എതിരാളികൾ എത്ര കഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന്റെ കറകളഞ്ഞ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് അദ്ദേഹത്തിനും അറിയാം. കെ.സി. വേണുഗോപാൽ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ആത്മവിശ്വാസവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയം തന്നെയാണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ ഭേദഗതികൾക്കെതിരെ അദ്ദേഹം നടത്തുന്ന കടന്നാക്രമണം വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായിട്ട് കാണരുത്. മറിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെ ഉറച്ച നിലപാടിന്റെ പ്രതിഫലനമാണത്. ക്രൈസ്തവ സമൂഹത്തെയും അവരുടെ സ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ നീക്കങ്ങളെ ഇരട്ടത്താപ്പ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ നയങ്ങളിലെ വൈരുദ്ധ്യങ്ങളെയാണ് അദ്ദേഹം തുറന്നു കാണിക്കുന്നത്. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ നേരിടുന്ന കാര്യത്തിൽ അദ്ദേഹം പുലർത്തുന്ന നിർഭയത്വം പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് കോഴ ആരോപണങ്ങളെ പാടി തള്ളിക്കളയുന്ന വേണുഗോപാലിന്റെ വാക്കുകളിൽ സത്യസന്ധതയുടെ കരുത്ത് കാണാം. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ടതില്ല എന്ന പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നത് തന്റെ കൈകളിൽ കറയില്ല എന്ന ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ആത്മവിശ്വാസം തന്നെയാണ് ഒരു ജനപ്രതിനിധിക്കും രാഷ്ട്രീയ നേതാവിനും പൊതുസമൂഹത്തിന് മുന്നിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മൂലധനം പോലും. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും ഭരണപക്ഷത്തിന്റെ വീഴ്ചകളെ കുറിച്ചും അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കെ.സിയെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ബാർ ലൈസൻസ് വിവാദത്തിലും അഴിമതി ആരോപണങ്ങളിലും മുഖ്യമന്ത്രി പുലർത്തുന്ന മൗനത്തെ അദ്ദേഹം ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ബി.ജെ.പിയും CPM-ഉം തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളെ മയിൽപീലി തല്ലി എന്ന് വിശേഷിപ്പിക്കുക വഴി ഇരു പാർട്ടികളും തമ്മിലുള്ള അന്തർധാരയെ തന്നെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളികൾക്കിടയിലും നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ടു പോകാൻ കെ.സി. വേണുഗോപാലിനെ പ്രാപ്തമാക്കുന്നത് വ്യക്തിപരമായ വിശുദ്ധിയിലുള്ള അദ്ദേഹത്തിന്റെ ഈ ഉറപ്പ് തന്നെയാണ്. കെ.സി. വേണുഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഈ ഘട്ടം പരിശോധിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന AICC സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവി അദ്ദേഹത്തിന് നൽകുന്ന കരുത്ത് വളരെ വ്യക്തവുമാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് ഡൽഹിയിലെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നത് സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവം തന്നെയാണ്. FCRA ഭേദഗതി പോലുള്ള വിഷയങ്ങളിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ കേവലം ഒരു സമുദായത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല, മറിച്ച് ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയൊരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഇതിനെ ഉയർത്തി കാണിക്കുന്നത് പോലും. BJP സർക്കാരിന്റെ നയങ്ങളെ വഖഫ് ബില്ലുമായും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരായ നീക്കങ്ങളുമായും കോർത്തിണക്കി അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുക എന്ന വളരെ തന്ത്രപരമായ ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ട്. അടുത്തത് സിഖ് സമൂഹമാണ് എന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് സർക്കാർ വിഭജന രാഷ്ട്രീയം കളിക്കുന്നു എന്ന ആരോപണത്തിന് മൂർച്ച കൂട്ടുന്നുണ്ട്. ഇത്തരം ഗൗരവകരമായ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതിലൂടെ പാർട്ടി പ്രവർത്തകർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നു. അതേസമയം വ്യക്തിപരമായ ആരോപണങ്ങളെ നേരിടുന്ന രീതി അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രതിച്ഛായ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നുണ്ട്. കാരണം എങ്ങനെയാണ് അദ്ദേഹം അതിനെ നേരിടുന്നത് എന്നത് ഏറെ പ്രസക്തമാണ്. രാഷ്ട്രീയത്തിൽ എതിരാളികൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും അത് അന്വേഷിക്കാൻ ആരെയും വെല്ലുവിളിക്കുന്നത് മടിയിൽ കനമില്ലാത്ത ഒരാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അത് തന്നെയാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ബാർ അഴിമതി പോലുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ സംസ്ഥാന ഭരണകൂടത്തിന്റെ സുതാര്യതയെയും അദ്ദേഹം ജനമധ്യത്തിൽ വിചാരണ ചെയ്യുന്നുണ്ട്. SDPI പോലുള്ള സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് വഴി തീവ്രവാദ ആരോപണങ്ങളെ പ്രതിരോധിക്കാനും അദ്ദേഹത്തിന് ഇവിടെ സാധിക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു കറയുമില്ല. അതുകൊണ്ടാണ് ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ അദ്ദേഹത്തിന് വെല്ലുവിളിക്കാൻ സാധിക്കുന്നത്. അത് എതിരാളികൾക്ക് ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം എന്ന് മാത്രം.